കുക്ക് ചെയ്യാത്തവർ കുക്ക് ചെയ്താൽ വളരെ നല്ല ടേസ്റ്റി ഫുഡായിരിക്കും ഉണ്ടാകുന്നത്. അപ്പോൾ ഇന്ന് സോയാബീൻ ഫ്രൈയുടെ റെസിപ്പിയാണ് കാണിക്കാൻ പോകുന്നത്. സോയാബീൻ ഫ്രൈ അല്ല, സോയാബീൻ റോസ്റ്റാണ്. പിന്നെ ഇന്നത്തെ വീഡിയോയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ റെക്കോർഡ് മാത്രമേ ചെയ്യുന്നുള്ളൂ, ഞാനല്ല കുക്ക് ചെയ്യുന്നത്. അപ്പോൾ വൈശാഖിൻ്റെ സ്പെഷ്യൽ റെസിപ്പി ആണ് എന്ന് പറഞ്ഞിട്ട് എടുത്താണ്. എന്തായാലും ഫൈനലി ഇത് കഴിച്ചു നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിൽ മാത്രമേ പോസ്റ്റ് ചെയ്യൂ എന്ന് തീരുമാനിച്ചിരുന്നതാണ്. ഭയങ്കര അടിപൊളി ടേസ്റ്റാണ്. നല്ല ബീഫ് ഫ്രൈ അല്ലെങ്കിൽ ബീഫ് റോസ്റ്റ് കഴിക്കുന്ന ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ കുക്ക് ചെയ്യുന്നതിൽ നിന്ന് ഏറ്റവും വ്യത്യസ്തമായിട്ട് എനിക്ക് തോന്നിയത് എണ്ണയ്ക്കകത്തേക്ക് നമ്മുടെ മസാലകളും മുളകും കുരുമുളക് പൊടി ഉപ്പും എല്ലാം ഇട്ട് വഴറ്റിയതിന് ശേഷമാണ് ഭയങ്കര ഫൈൻലി അരിഞ്ഞ ഉള്ളി ഇട്ട് കൊടുക്കുന്നത്. ഞാൻ സാധാരണ തിരിച്ചാണ് ചെയ്യുന്നത്. ഉള്ളി വഴറ്റിയിട്ട് അതിൻ്റെ അകത്തേക്കാണ് മസാലകൾ ഇട്ട് കൊടുക്കാറ്. അപ്പോൾ ഇതെല്ലാം ഇട്ടതിന് ശേഷം നമ്മുടെ സോയാബീനും കൂടി അതിൻ്റെ അകത്തേക്ക് ആഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് കുറച്ച് വെള്ളം കൂടി ഒഴിച്ചിട്ട് നന്നായിട്ട് വേവാൻ വെച്ചു. അതിനുശേഷം ഞാൻ കുളിക്കാൻ പോയായിരുന്നു, അതുകൊണ്ട് എനിക്ക് അത്രയും ഭാഗം ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. അതായത് വെള്ളം വെച്ച് വെന്തതിന് ശേഷം അതിൻ്റെ അകത്തേക്ക് വീണ്ടും വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഒന്നുകൂടി വഴറ്റിയെടുത്തു. എന്തായാലും ഭയങ്കര അടിപൊളി റെസിപ്പിയായിരുന്നു.